ഹായ് കേഡറ്റ് ജയഹിന്ദ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളും 2025 അഗ്നിവീർ റാലിക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണോ? നിങ്ങൾ എല്ലാവരും എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2025 അഗ്നിവീർ റാലിയുടെ എക്സാം ഡേറ്റിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. ARൽ നിന്ന് ലഭിച്ച ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ മുഖേന ആൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട് എക്സാം എപ്പോഴായിരിക്കുമെന്ന്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ അറിയുന്നതായിരിക്കും. 2 ദിവസം മുന്നേ തന്നെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഫർമേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോമൺ എൻട്രൻസ് എക്സാം ക്യാൻസൽഡ് എന്നും പറഞ്ഞു. അത് കണ്ടിട്ട് പല കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് കോമൺ എൻട്രൻസ് എക്സാം ക്യാൻസൽ ആയെന്നാണ്. കുട്ടികളെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എക്സാം ക്യാൻസൽ ആയോ അതോ ഇല്ലയോ, അതിന്റെ അപ്ഡേറ്റ് എന്തായിരുന്നു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ റിട്ടേൺ എക്സാം പാസ്സായതിനു ശേഷം ഫിസിക്കലും ക്ലിയർ ചെയ്തതിനു ശേഷം എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് വരെ പോകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്ക് ARൽ നിന്ന് ലഭിച്ച ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുൾ കാണാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യുക. കോമൺ എൻട്രൻസ് എക്സാം ക്യാൻസൽ ആയോ, അതുപോലെ എക്സാം ക്യാൻസൽ ആയില്ല എങ്കിൽ എക്സാം ഡേറ്റ് ഏതാണ്, വേക്കൻസി എത്രയുണ്ട്, ടോട്ടൽ ഫോം ഫിൽ ചെയ്ത കുട്ടികൾ എത്രയാണ്, ഓരോ AR അനുസരിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ റാലി ഷെഡ്യൂൾ അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് നോക്കാം കോമൺ എൻട്രൻസ് എക്സാം ക്യാൻസലിന്റെ ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന്. 3 ദിവസം മുന്നേ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കാണാൻ പറ്റുമായിരുന്നു. മിക്ക കുട്ടികളും ഇത് ക്ലിയർ ആയിട്ട് വായിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം 2025-26 ക്യാൻസൽഡ് ആപ്ലിക്കേഷൻ റീഫണ്ട് ടു കാൻഡിഡേറ്റ് ഇസ് ഇൻ പ്രോഗ്രസ് ആൻഡ് ഷാൾ ബി completed by 20 May 2025. കുട്ടികളെ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ ചില കുട്ടികളൊക്കെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ പേയ്മെൻറ്റ് കട്ടായിട്ടുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആയിട്ടില്ല. ഫൈനലി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിച്ചിട്ടില്ല, അവരുടെ പേയ്മെൻറ്റ് ആൾറെഡി കട്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ കട്ടായ പേയ്മെൻറ്റ് 20 Mayക്കുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ എക്സാം ക്യാൻസൽഡ് ആയിട്ടില്ല. ഈ ഒരു ക്യാൻസൽഡ് എന്നൊരു വാക്ക് കണ്ടിട്ട് എല്ലാ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് എക്സാം ക്യാൻസൽ ആയെന്നാ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് എക്സാം ക്യാൻസൽ ആയിരിക്കുന്നു എന്നും പറഞ്ഞ് പലരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത്. നിങ്ങളുടെ എക്സാം ക്യാൻസൽഡ് ആയിട്ടില്ല. നിങ്ങൾ ഫോം ഫിൽ ചെയ്ത സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആയില്ല, പക്ഷേ നിങ്ങളുടെ പേയ്മെൻറ്റ് കട്ടായി. ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, 20 May എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് കുട്ടികളെ, നിങ്ങളുടെ എക്സാം ക്യാൻസൽ ആയിട്ടില്ല. ഇനി നമുക്ക് കോമൺ എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് എന്ന് നോക്കാം, എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെ, എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നോക്ക്, ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഈ ഒരൊറ്റ ബോക്സിൽ നിന്ന് തന്നെ. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോം ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ April ആയിരുന്നു. April 2025 ആയിരുന്നു. April 25 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫോം ഫില്ല് ചെയ്യാനുള്ള. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് 15th ജൂണോടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ കോമൺ എൻട്രൻസ് എക്സാം വരാൻ പോകുന്ന കുട്ടികളെ 25th ജൂണിന് ശേഷമായിരിക്കും. ആദ്യം വരാൻ പോകുന്നത് ട്രേഡ്സ്മാൻ, WMB, GD എന്നീ ട്രേഡിൻ്റെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും ടെക്നിക്കൽ, OA, പിന്നെ ആർമി നേഴ്സിംഗ് എന്നതിൻ്റെ എക്സാം ഷെഡ്യൂൾ വരാൻ പോകുന്നത്. ഇതേ രീതിയിലാണ് കഴിഞ്ഞ വർഷവും നടന്നത്, മുൻ വർഷങ്ങളിലും നടന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ തവണയും നടക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ എക്സാം എന്തായാലും ജൂൺ ലാസ്റ്റ് വീക്കിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ജൂലൈ ഫസ്റ്റ് വീക്ക് വരെയും വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഫോം ഫില്ലിംഗ് അനുസരിച്ചിരിക്കും. ഈ തവണ ഫോം ഫില്ലിംഗ് നല്ല പോലെയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കാട്ടിയൊക്കെ ഈ തവണ കൂടുതൽ ഫോം ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ജൂലൈ ആണ്. കുട്ടികളെ, ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളത്. നിങ്ങളുടെ ഫിസിക്കൽ ആരംഭിക്കാൻ പോകുന്നതും ജൂലൈ എൻഡോടെയാണ്. എന്താണ് കുട്ടികളെ? ജൂലൈ എൻഡോടെയാണ് നിങ്ങളുടെ ഫിസിക്കലും ആരംഭിക്കാൻ പോകുന്നത്. അത് ഏത് ARയുടെ ആയിരിക്കുമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ആദ്യം കാലിക്കറ്റ് ARന്റെ ആയിരുന്നു നടക്കാനിരുന്നത്, പക്ഷേ പ്രോപ്പറായിട്ട് ലൊക്കേഷൻ ലഭിക്കാത്തതുകൊണ്ട് കാലിക്കറ്റ് ARയുടെ ഫിസിക്കൽ നടന്നില്ല. അതിന് പകരം TVM ARയുടെയാണ് ഫിസിക്കൽ ആദ്യം നടന്നത്. ഈ തവണ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏത് ARയുടെ ആയിരിക്കും ഫിസിക്കൽ ആദ്യം വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്തായാലും കാലിക്കറ്റ് ARയുടെ ആയിരിക്കും ഫിസിക്കൽ ആദ്യം നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ലൊക്കേഷൻ എവിടെയാണോ ലഭിക്കുന്നത് അതനുസരിച്ച് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഏത് അപ്ഡേറ്റ് കിട്ടിയാലും ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി വേക്കൻസിയെ കുറിച്ച് കുട്ടികളെ, 60K+ വേക്കൻസി ഉണ്ട്. 60,000+ വേക്കൻസിയാണ് ഈ തവണ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ട്രെയിനിങ് അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ റിട്ടേൺ എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, റിസൾട്ട് എപ്പോൾ വരും, ഇനി
നിങ്ങളുടെ റാലി എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത്, സെക്കൻഡ് ബാച്ച് എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഒക്ടോബർ 2025 നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഫസ്റ്റ് ബാച്ചിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 1 നവംബർ 2025 സെക്കൻഡ് ബാച്ച് ഡിസ്പാച്ച് ആവുന്നത്, സെക്കൻഡ് ബാച്ച് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഏപ്രിൽ 2026 സെക്കൻഡ് ബാച്ചിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്നത് 1 മെയ് 2026 ഇത് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കുട്ടികളെ. നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും അതിലും വളരെ ക്ലിയർ ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. നിങ്ങളും 2025 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട്. മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോണം. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സിലബസ് എല്ലാം ടോപ്പിക് വൈസ് കവർ ചെയ്തിരിക്കണം. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലപോലെ സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല എങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ് എല്ലാ ട്രേഡിൻ്റെയും അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗിൻ്റെ 50+ മോക്ക് ടെസ്റ്റ് ഉണ്ട്. 50-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ആർമി നേഴ്സിംഗിൻ്റെ ഒന്നും 50 മോക്ക് ടെസ്റ്റ് ലഭിക്കാൻ പോകുന്നില്ല. അത് ഓൺലി ലഭിക്കുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമായിരിക്കും. GDയുടെ തന്നെ നിങ്ങൾക്ക് 50+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ട്രേഡ്സ്മാൻ്റെ മോക്ക് ടെസ്റ്റ് ലഭിക്കും. ഓഫീസ് അസിസ്റ്റന്റിൻ്റെയും ടെക്നിക്കലിൻ്റെയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിലും ധൈര്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെയും എല്ലാ ട്രേഡിൻ്റെയും സിലബസ് അറൗണ്ട്ലി 65-70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സിലബസ് മാത്രമാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും, മോക്ക് ടെസ്റ്റിന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ കുട്ടികളെ നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നിവയുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേവിയുടെയും ക്ലാസ് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 22-ാം തീയതിയാണ്. നേവി MRൻ്റെത്, SSRൻ്റെ സ്റ്റാർട്ട് ആവുന്നത് 25-നാണ്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് സ്റ്റാർട്ട് ആവുന്നത് ഈ മാസം 27-നാണ്. ഫൈനൽ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഒരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.